ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് പറഞ്ഞാൽ ഇൻറ്റേർണൽ ചെക്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് സംസാരിക്കുന്നുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റേർണൽ ചെക്ക്. The work of one clerk is automatically checked by another at the same time. ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു ക്ലർക്ക് ചെയ്യുന്ന വർക്ക് അത് വേറൊരു ക്ലർക്ക് അതേ സമയത്ത് തന്നെ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടുണ്ടാവും ഇരിക്കും. ഇൻറ്റേർണൽ ഓഡിറ്റ് പറയണത് ദ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ചെക്ക് ബൈ അനദർ ആസ് ആഫ്റ്റർ ഫോമർ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക്. അതായത് ഒരു ക്ലർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറൊരു ക്ലർക്ക് അത് ചെക്ക് ചെയ്യുള്ളൂ. ഇൻറ്റേർണൽ ചെക്കിനെ പോലെ ഒരേ സമയത്ത് ചെക്ക് ചെയ്യില്ല. പിന്നെ ഇൻറ്റേർണൽ ചെക്കിൽ ഇറ്റ് ഈസ് ഡിവൈസ് ഫോർ മിനിമൈസിങ് ദ ചാൻസ് ഓഫ് എറർ ആൻഡ് ഫ്രോഡ്. അതിന് ഈ ഇൻറ്റേർണൽ ചെക്കിന് ഈ എററും ഫ്രോഡും മിനിമൈസ് ചെയ്യാൻ കുറയ്ക്കാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. അതേമാതിരി ഈ ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ഡിറ്റക്ട് ഫ്രോഡ് ഓൾറെഡി കമ്മിറ്റഡ്. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഓൾറെഡി ചെയ്ത ഫ്രോഡും എററും കണ്ടുപിടിക്കുന്നതിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻറ്റേർണൽ ചെക്കിൽ നോ സെപ്പറേറ്റ് സ്റ്റാഫ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്കിൻ്റെ പേർപ്പസിന് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇതിനായിട്ടൊരു സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഇൻറ്റേർണൽ ഓഡിറ്റിൽ നോക്കുമ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആർ സ്പെഷ്യലി അപ്പോയിൻറ്റഡ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ സ്പെഷ്യലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എ ഫേം ഈസിലി അഡോപ്റ്റ്സ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഒരു ഫേമിന് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം സുഖമായിട്ട് ഏറ്റെടുക്കാൻ പറ്റും, അഥവാ ചെയ്യാൻ പറ്റും അങ്ങനെ. പിന്നെ ഇറ്റ് ഈസ് ഫോർ ടോപ്പ് മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇറ്റ് ഈസ് ഫോർ ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ ചെക്ക് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഓർ ഓപ്പറേഷണൽ ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റോ എന്നോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഓഡിറ്റോ എന്നാണ് ഇതിനെ കാണുന്നത്. പിന്നെ ഇൻറ്റേർണൽ ചെക്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ്. ഇതിന് ഇൻസ്റ്റൻറ്റ് ഓഡിറ്റ് എന്നും പറയുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ഓഡിറ്റ്, അങ്ങനെ ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അടുത്ത ഇനി നോക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റും ഇൻറ്റേർണൽ ഓഡിറ്റും നോക്കാം. അപ്പോൾ മെയിൻ ഡിഫറൻസസ് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസസ് ആയിരിക്കും തമ്മിലുള്ള ആ ഡിഫറൻസിൽ കൊടുത്ത ഒരു പോയിൻ്റ് ആയിരിക്കും ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പം ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റാണ് ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് പറയുന്നത് അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡർ ഓർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ചെയ്യുന്ന ആളെ ഓഡിറ്ററെ ഷെയർ ഹോൾഡറോ കൺട്രോളറോ ഓഡിറ്റർ ജനറലോ ആണ് ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ നേച്ചർ ഓഫ് ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റിൽ കമ്പൽസറി ആണ് ഓഡിറ്റ് ചെയ്യേണ്ട കമ്പൽസറി ആണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിലാണെങ്കിൽ കമ്പൽസറി ബൈ സ്റ്റാറ്റ്യൂട്ടാണ്. വേണമെങ്കിൽ ഒരു ചോയ്സ് ഉണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓഡിറ്റിൽ നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ്. ഇതിന് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട എന്നാണ്
പറയുന്നത്. പിന്നെ അതേപോലെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റിൽ ക്വാളിഫിക്കേഷൻസ് അണ്ടർ സെക്ഷൻ 226 ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 226 വരുന്ന അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ വേണമെന്നാണ് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റ്. പിന്നെ അടുത്ത മെയിൻ ഡിഫറൻസ് സ്റ്റാറ്റസ് ഓഫ് ഓഡിറ്റർ. സ്റ്റാറ്റസ് ഓഫ് ഓഡിറ്റർ ഇൻറ്റേർണൽ ഓഡിറ്റിൽ ജനറലി സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓഡിറ്റർ മിക്കവാറും ഈ ഓർഗനൈസേഷനിൽ സ്റ്റാഫും ആയിരിക്കും. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റിൽ അത് വേറെ തന്നെ ഒരു പേഴ്സൺ ആയിരിക്കും, ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും. പിന്നെ അടുത്ത ഡിഫറൻസ് പറയുന്നത് മാനർ ഓഫ് ഓഡിറ്റ്. മാനർ ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റേർണൽ ഓഡിറ്റിൽ വരുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റാണ്. കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഇവർ ഓഡിറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം ഓഡിറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റ് അത് കഴിഞ്ഞ് ഫുള്ള് ചെക്ക് ചെയ്ത് ആ ഓഡിറ്റ് തീർക്കും ആ ഒരു ടൈമിൽ തന്നെ. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിൽ പറയുന്നത് കണ്ടക്റ്റഡ് ആഫ്റ്റർ എ പീരിയഡ്. അപ്പോൾ അതൊരു പീരിയഡിനനുസരിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് അതിൽ ഇൻറ്റേർണൽ ഓഡിറ്റിൽ വരുന്നത് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ്, പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനിലെ പോളിസീസ്, പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള കംപ്ലൈൻസ് ഒക്കെ എൻഷുർ ചെയ്യാൻ, ഉറപ്പുവരുത്താനാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റിൽ ടു എൻഷുർ that accounts and financial statement are prepared as per law. അതായത് ഈ നിയമത്തിനനുസരിച്ചിട്ടാണ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാക്കിയെന്ന് തെളിയിക്കുന്നത്. പിന്നെ and they give a true and fair view of the business, and balance sheet gives a true and fair view of the financial position of the business. അപ്പോൾ ഇത് ബിസിനസ്സിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ്റെയും ശരിക്കത്തൊരു എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്നൊക്കെ ട്രൂ ആയിട്ടും ഫെയർ ആയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു കൊടുക്കും. മീൻസ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അത് തിരിച്ചറിയും. പറഞ്ഞാൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. അതാണ് അടുത്ത മെയിൻ ഡിഫറൻസ്. അത് ഇൻറ്റേർണൽ ഓഡിറ്റിൽ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സാണ്. പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. പിന്നെ അതുപോലെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റിൽ വരുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഈസ് ഓൺലി ഇൻസിഡൻറ്റൽ. അത് ഇൻസിഡൻ്റലാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റാണ് ഈ ഓഡിറ്റിൻ്റെ സ്കോപ്പ് തീരുമാനിക്കുക ഇൻറ്റേർണൽ ഓഡിറ്റിൽ. പിന്നെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റിൽ പറഞ്ഞാൽ ഡിഫൈൻഡ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. അത് സ്റ്റാറ്റ്യൂട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ഡിപ്പെൻഡൻറ്റ് ഓൺ മാനേജ്മെൻറ്റിൽ അത് ഡിപ്പെൻഡൻറ്റ് ആയിരിക്കും. മാനേജ്മെൻറ്റിന് സമ്മതത്തോടു കൂടിയേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാനേജ്മെൻറ്റിൻ്റെ അടിയിലാണത്. അപ്പോൾ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഡിപ്പെൻഡായി നടക്കുന്നത്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഫ്രം മാനേജ്മെൻറ്റ്, അതാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിലുള്ളത്. മാനേജ്മെൻറ്റായിട്ട് ഇവർക്ക് എല്ലാം മാനേജ്മെൻറ്റ് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഡ്യൂട്ടി ക്യാൻ ബി മോഡിഫൈഡ് ബൈ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ ഇവർ ഡ്യൂട്ടി ഒക്കെ മോഡിഫൈ ചെയ്യാൻ മാറ്റാൻ പറ്റും. പിന്നെ ഡ്യൂട്ടി കനോട്ട് ബി മോഡിഫൈഡ്, അതാണ് ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റുള്ളത്. പിന്നെ അടുത്തത് റിമൂവൽ ഓഫ് ഓഡിറ്റർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ റിമൂവ് ചെയ്യാൻ പറ്റും ഇൻറ്റേർണൽ ഓഡിറ്റിൽ, കാരണം മാനേജ്മെൻറ്റാണ് എല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റിൽ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതിലൊരു വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് വിചാരിച്ചാൽ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനത്ത് റിപ്പോർട്ട് ചെയ്യുക മാനേജ്മെൻറ്റിനോടാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് മാനേജ്മെൻറ്റിനോടാണ് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയുമ്പോൾ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സിനാണ് റിപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. താങ്ക് യു.